ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ സഖാവ് പി സുരേഷ്, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന സഖാവ് കെ എം രാധാകൃഷ്ണൻ, കെ പ്രദീപൻ, പി അപ്പുക്കുട്ടൻ, സഖാവ് എം ജയപ്രകാശ്, സ്വാഗതം ആശംസിച്ച CP അനിൽകുമാർ, സഹോദരി സഹോദരന്മാർ, ഇവിടെ പലർക്കും ഇരിക്കാനുള്ള കസേരയൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങളല്ലേ ഈ ബൈക്കുകാരെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്, എന്താവും നമുക്കറിയില്ല. പക്ഷെ അവൻ കൊള്ളാൻ തോന്നുന്നു കേട്ടോ, നല്ല രീതിയിൽ തന്നെ. ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. അവര് ഒരുപാട് നേരമായിട്ട് നിന്ന് മടുക്കുന്നുണ്ടാവും. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കടമ്പയെയാണ് നമ്മളിന്ന് അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെയുള്ളവർ പ്രതിപാദിച്ചിട്ടുണ്ടാകുന്നു. അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യം ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരെ എനിക്കറിയാവുന്ന ആൾക്കാരാണ്. ഇവിടെ വലതുവശത്തിരിക്കുന്ന മുരളി മാഷി, മുരളി കേരളവർമ്മ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചാണ്. മുരളി കുടുംബമില്ലേ ഇവിടെ? ഭാര്യയുണ്ട്. പല പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ ഭാര്യയെന്ന് കൂട്ടിയിരുന്നിട്ടില്ല. ഇപ്പം ഇരുന്നിട്ടാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി, ഡൽഹിയിൽ നിന്ന് രാഷ്ട്രീയം നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നറിയാം. ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കേരളത്തിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന നമുക്ക് മാറുന്ന ഇന്ത്യയുടെ ഒരു സ്വഭാവം എന്താണെന്ന് പൂർണ്ണ രൂപത്തിൽ ചിലപ്പോൾ സംശീകരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായി. നിരപേക്ഷതയും സാഹോദര്യവും ബഹുസ്വരതയും ഫെഡറലിസവും ജനാധിപത്യവും ഒക്കെ വ്യക്തമാകണമെങ്കിൽ ഒരുപക്ഷെ കേരളം എന്താ കാരണം, കേരളത്തിൽ നമ്മൾ വല്ലാത്ത സുരക്ഷിതത്വം അനുഭവിക്കുന്നു. കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ഒരു പത്രക്കുറിപ്പ് എനിക്ക് അയച്ചത്. അതിലവര് ഈ വർഷം ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന അതിക്രമങ്ങളുടെ പട്ടികയാണ് വിവരിക്കുന്നത്. ജനുവരി 1 മുതൽ മാർച്ച് 15 വരെ മാത്രം നടന്ന അതിക്രമങ്ങൾ 161. ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടു. അഭിമാനത്തോടെ നമുക്ക് പറയാം, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു അതിക്രമവും നടക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭൂമികയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയെ ഗ്രസിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എന്റെ ജീവിതകാലത്തിന് നല്ലൊരു പങ്കും ചെലവഴിച്ചത് ഡൽഹിയിലാണ്, ഉത്തരേന്ത്യയിലാണ്. എനിക്കിപ്പോൾ മാധ്യമപ്രവർത്തകന്റെ ഒരു പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പം പല സ്ഥലങ്ങളിലും ഞാൻ മാധ്യമപ്രവർത്തകരാന്ന് പറയാറില്ല. എന്നാ കാരണം വെച്ചാൽ ഇപ്പം മാധ്യമപ്രവർത്തകരേക്ക് ഈ മുരളി മാഷിനെ പോലുള്ള ആൾക്കാർ മാപ്പറാന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറയണത്? മാപ്പറാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനൊരു മാപ്പറയാകണ്ടെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ആ ഒരു സാധനം വെട്ടിക്കളഞ്ഞു. ഇപ്പൊ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എന്റെ സെക്രട്ടറി ചോദിച്ചു, സാറേ ആ മാപ്പറ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു. മാറുന്ന ഇന്ത്യയുടെ ഒരു ചിത്രം ഒരുപക്ഷെ എന്നെ അന്താളിപ്പിക്കുക. എന്തുകൊണ്ടാണ് കേരളം വ്യത്യസ്തമായി നിൽക്കുന്നത്? ഒറ്റ കാരണവും
ഞാൻ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ അവരോട് പറഞ്ഞിരിക്കായി, നിങ്ങൾക്ക് കാലുവെക്കാനുള്ള ഇടം നൽകാത്തത് കൊണ്ട് മാത്രമാണ് കേരളം ഇന്നും ഏവർക്കും സുരക്ഷിതത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഇടമായി അവശേഷിക്കുന്നത്. എവിടെയൊക്കെ നിങ്ങൾക്ക് കാലുവെക്കാനുള്ള ഇടം കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ വർഗീയതയുടെ ഭ്രാന്ത് പണം വിടർത്തിയാടിയിട്ടുണ്ട്. ഇടതുപക്ഷ MP എന്ന നിലയ്ക്ക് ഞാൻ മണിപ്പൂർ സന്ദർശിച്ചു. ഒരുപക്ഷെ അതിനെക്കുറിച്ച് പറയാം. ഞാൻ കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു. ഇന്നത്തെ 4ാമത്തെ യോഗം കേട്ടോ, അതിന്റെ തൊണ്ട ഒരു പരുവത്തിലായിരിക്കുകയാണ്. മണിപ്പൂരിൽ നിന്ന് എന്ത് പാഠമാണ് കേരളത്തിന് ലഭിക്കാനുള്ളത്? എന്നോട് ചില ആൾക്കാർ പറഞ്ഞു, അല്ല പ്രകാശ്, ഈ മണിപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000-3500 കിലോമീറ്റർ ദൂരെയുള്ള വടക്ക് കിഴക്കൻ മേഖലയിലുള്ളൊരു പ്രദേശമല്ല. അതും കേരളവും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ ഈ മണിപ്പൂർ പറയുന്ന നിക്കുമത്ത് എന്താണ്? നമ്മുടെ നാട്ടിലെ ഒരു ഭാഷയുണ്ട് നിക്കുമത്ത് എന്ന് പറഞ്ഞു, അല്ലേ? നിക്കുമത്തിന്റെ അർത്ഥം എന്താണെന്നറിയാം? അറിയില്ല അല്ലേ? നിക്കുമത്ത് പഠിക്കണം കേട്ടാ. ഞാൻ പറഞ്ഞു നിക്കുമത്തുണ്ട്. കേരളത്തിന്റെ തനി പകർച്ചയാണ് മണിപ്പൂർ. കേരളത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾ എന്ന പോലെ മണിപ്പൂരിൽ 3 വംശങ്ങൾ, മെയ്തി, കുക്കി, നാഗ, സാഹോദര്യത്തോടെ കഴിഞ്ഞവരാണ് അവർ. ഇപ്പൊ നമ്മുടെ നാടിന്റെ പ്രത്യേകത ഇവിടെ എല്ലാവരും വിവരിക്കും. ഞാൻ അനുഭവിച്ചൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പഠിച്ചത് കണ്ണൂർ ജില്ലയിലെ 2 കോളേജുകളാണ്. അത് കഴിഞ്ഞിട്ട് MA പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മുരളിയുടെ കൂടെ കേരളവർമ്മ കോളേജിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലേക്ക് പോയി. നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? പെരുന്നാൾ വരുമ്പോൾ നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും കൊടുക്കില്ലേ? കൊടുക്കുക. സത്യമാണേ പറഞ്ഞത്. കൊടുത്തിട്ടുണ്ടാ? ഉണ്ട്. ഓക്കെ. വിഷു, ഓണം വരുമ്പോൾ നമ്മൾ കുറച്ച് പായസം വെച്ചിട്ട് അവിടെ കൊടുക്കും. ക്രിസ്മസ് വരുമ്പോൾ അവർ കേക്ക് ഉണ്ടാക്കിയിട്ട് അവർ കേക്ക് നമുക്ക് തരും. ഒരു മതിലിൽ അപ്പുറത്തേക്ക് കൊടുക്കും, മതിലിൽ ഇപ്പുറത്തേക്ക് തരും. അതല്ലേ കേരളം? നമ്മുടെ ഇടയിൽ ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞ് ശ്രമിച്ചിട്ട് നമ്മളവരെ ആട്ടിപ്പായിച്ചു. ഇതുപോലെ കഴിഞ്ഞിരുന്ന മണിപ്പൂരിൽ BJP അധികാരത്തിലേക്ക് പോയി. മോഡി ഗ്യാരണ്ടി, ഒരവസരം തരൂ എന്ന് പറഞ്ഞ മരീച രൂപത്തിൽ അവിടെ എത്തിയപ്പോൾ ആ പാവപ്പെട്ട ആൾക്കാർ അത് വഴങ്ങിപ്പോയി. അല്ല, യഥാർത്ഥത്തിൽ പാവപ്പെട്ട ആൾക്കാരല്ല, കോൺഗ്രസ് BJP ആയിപ്പോയതാ. അത് മനസ്സിലാക്കണം. ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ പത്മജ ചേച്ചി, അനിൽ ആന്റണി ഒക്കെ ഇങ്ങനെ കൊടുക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ശ്രദ്ധിക്കണം. ഇനിയുണ്ട്. ഇവിടെ കോഴിക്കോട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ എപ്പോഴാ പോകണമെങ്കിൽ സംശയമുണ്ട് കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം. മൂപ്പറുടെ ചിരിയൊക്കെ കാണുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്. ഒരവസരം BJPക്ക് കൊടുത്തു. ആദ്യം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയപ്പോൾ വിഭജനത്തിന്റെ ധ്രുവീകരണത്തിന്റെ രഥം ഉരുണ്ടു തുടങ്ങി. കലാപം ആരംഭിച്ചു. മേത്തി വിഭാഗക്കാരും കുക്കികളും തമ്മിൽ ആയുധങ്ങളേറ്റ് തുറന്ന സംഘർഷം. പോലീസിന്റെ ആയുധപ്പുറയിൽ നിന്ന് ആയിരക്കണക്കിന് തോക്കുകൾ മേത്തി കലാപകാരികളുടെ കയ്യിലേക്ക് പോയി. 100 കണക്കിന് ആൾക്കാർ മരിച്ചു. ഞങ്ങൾ പോയി. അവിടെ സമതലങ്ങളിൽ മാത്രമല്ല, കുന്നുംപുറങ്ങളിലും പോയി. 60,000-ഓളം ജനങ്ങൾ തകര ഷെഡിന്റെ അടിയിൽ ചൂടും തടുപ്പ് സഹിച്ച് അഭയാർത്ഥികളായി ഇന്നും കഴിയുകയാണ്. 11 മാസമായിട്ട് സംസ്ഥാനം കത്തിക്കൊണ്ടിരിക്കുകയാണ്. 11 മാസമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞു, ഒരു സംസ്ഥാനം കത്തുന്നു, ഒരു ജനത ദുരിതത്തില്, നിങ്ങളൊന്ന് വാതറക്ക്,
81 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി വാദം വന്നത്. ഇവിടെ വന്ന് കരുവന്നൂര് ബാങ്ക്, മറ്റേ ബാങ്ക് എന്ന് പറയാൻ വേണ്ടി സമയം കാണുന്ന പ്രധാനമന്ത്രിക്ക് തന്റെ ഭരണസാരഥ്യത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ കുറിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അങ്ങോട്ട് പോകാനും സമയം കിട്ടി. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഉളുപ്പില്ലാതെ മോഡി ഗ്യാരണ്ടി, മോഡിയുടെ ഗ്യാരണ്ടി. എന്റെ ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മുടെ ദേശാമാനിയുടെ അബൂബക്കർ പറഞ്ഞു, എന്തോന്ന് മോഡി ഗ്യാരണ്ടി? 40 ഉറുപ്പിക്ക് പെട്രോൾ കൊടുക്കുന്നതിന്മാര് പറഞ്ഞത്. എവിടെ പോയി ആ ഗ്യാരണ്ടി? ഡോളറിന്റെ വില 40 ഉറുപ്പിയെ പിടിച്ചു കിട്ടുന്നില്ലേ മൂപ്പർ പറഞ്ഞത്? വിദേശ ബാങ്കുകളിലുള്ള കള്ളപ്പണം കൊണ്ടുവന്ന് നിങ്ങളുടെ എന്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം ഉറുപ്പ്യ കൊടുന്നല്ലേ പറഞ്ഞത്? ഇത് കേട്ടിട്ട് ഈ പാവം മുരളിയും ഭാര്യയും കൂടിക്ക് വലിയ വീടൊക്കെ പണിതപ്പോ അപ്പൊ സംഭവിച്ചെന്താണ്? 15 ലക്ഷം ഉറുപ്പ്യ മൂടി കൊടുക്കുന്നു ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ? എന്തൊരു സംശയമുണ്ട്, കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഇതല്ലേ മോഡി ഗ്യാരണ്ടി? 5 വർഷം കൊണ്ട് കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് ഭരണഘടനയിൽ പറയുന്നത് പോലെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. പാർലമെന്റിനുള്ളിലും വെളിയിൽ കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. ഡൽഹിയുടെ സമീപപ്രദേശത്ത് ഇപ്പോഴും കർഷകര് പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. ഇതൊക്കെ പറഞ്ഞത് മോഡിയല്ലേ? വർഷം 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമെന്ന് ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് മോഡിയല്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം തൊഴിലില്ലായ്മ, രൂക്ഷത എപ്പോഴെങ്കിലും ഉണ്ടാകും. അസമത്വം, ഇനീക്വാളിറ്റി ഇത്രത്തോളം വർദ്ധിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇത്രത്തോളം പണം സമ്പന്നരെ കുന്നുകൂടിയും ദാരിദ്ര്യം പാവപ്പെട്ടവരെ ചൂഴ്ന്നു നിൽക്കുകയും ചെയ്തിട്ടില്ല. ഈ ഗ്യാരണ്ടിയാണോ ഗ്യാരണ്ടി? ഇതിലെ മുക്കുപണ്ടമല്ലേ? ഈ മുക്കുപണ്ടത്തെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയല്ലേ മൂപ്പർ പ്രത്യേക വിമാനത്തിൽ വന്ന് ഇറങ്ങണത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മണിപ്പൂരിൽ നടത്തിയ അതേ വിഭജനം കേരളത്തിൽ നടത്താൻ വേണ്ടിയിട്ടാണ് മോഡി കോപ്പുകൂട്ടുന്നത്. അതിലൂടെ മുരളി നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടൊരു പാടുണ്ടല്ലോ, മറ്റേ പുസ്തകത്തിൽ, റാഗി പറക്കുന്ന ചെമ്പരുന്തേ, ബാക്കി പാട്, റാഗി പറക്കുന്ന ചെമ്പരുന്തേ നാമന്തേ, എന്താണ് നീയന്തേ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടലിൽ തിര കണ്ട് കപ്പൽ കണ്ടു. ഒരു കുഴപ്പമില്ല, നമ്മളിപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ കുറെ കഴിഞ്ഞ ശേഷം നമ്മുടെ ചില അധ്യാപകരെ കൂടിയിട്ട് വലിയ ചർച്ച, ഈ റാഗി പറക്കുക എന്നുള്ള വാക്ക് ശരിയാണോ? ശരിയാണോ? എനിക്കറിയില്ല. ശരിയാണോ? റാഗി പറക്കുന്നത് ശരിയാണോ? ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു വാക്കില്ല. തർക്കായി ഇത് എവിടെ തീർപ്പേൽപ്പിച്ച എനിക്ക് ഇതുവരെ അറിയില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ BJP-ക്കാർ കഴുകന്മാരെ പോലെ റാഗി പറന്നുകൊണ്ടിരിക്കുക. മണിപ്പൂരിൽ മെയ്ത്തികളെയും കുക്കികളെയും തമ്മിൽ തെറ്റിച്ച് ആയുധമെടുത്ത് പരസ്പരം വെടിവെച്ച് വീഴ്ത്തി പെൺകുട്ടികളെ നഗ്നരാക്കി ബലാത്സംഗം ചെയ്ത് പരേഡ് ചെയ്യുന്ന പോലെ ആ സംസ്ഥാനത്ത് ചെയ്തു കൂട്ടിയ ആ ഭീകരത കേരളത്തിൽ ആവർത്തിക്കാൻ വേണ്ടി ക്രൈസ്തവരെ മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ലവ് ജിഹാദ് പോലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് നമ്മുടെ അന്തരീക്ഷത്തിൽ റാഗി പറഞ്ഞു. അവിടെയാണ് നമ്മൾ ജാഗ്രതയോടെ നമ്മൾ ഇക്കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് മണിപ്പൂർ കേരളത്തിന് പാഠമാകുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ ഈ ഒരു ഏട് മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മതി. എന്റെ മാധ്യമപ്രവർത്തന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരുപാട് ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേടിട്ടുണ്ട്. പലപ്പോഴും അത് നെഞ്ചിൽ തന്നെ ഒരു വിങ്ങലായിട്ടാണ് വിശ്വസിക്കുന്നത്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് 1998 ഡിസംബർ 6 ഉത്തരേന്ത്യയിലെ ശൈത്യമാണ്. ഇപ്പൊ നമ്മുടെ ചുട്ടുപൊള്ളുന്ന പോലെ അവിടെ ശൈത്യമാണ്. ആ ശൈത്യത്തിൽ ഫൈസബാദ് എന്ന് പറയുന്ന ഒരു
പട്ടണത്തിൽ നിന്ന് പുലർച്ചെ ഒരു അംബാസഡർ കാറിൽ ഞങ്ങൾ ഏതാനും പത്രപ്രവർത്തകർ തിങ്ങിക്കൂടിയിരുന്ന് അയോധ്യയിലേക്ക് പോയപ്പോൾ അത് 500 വർഷമായി തലയുയർത്തി നിന്ന ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണെന്ന് ഞങ്ങൾ വിചാരിച്ചത്. മതനിരപേക്ഷതയുടെ പ്രതീകമായി തലയുയർത്തി നിന്നിരുന്ന ആ ബാബറി മസ്ജിദിന്റെ താഴെ കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ അത് നോക്കി നിൽക്കാനുള്ള ഭാഗ്യമെന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗ്യം, നിർഭാഗ്യം എന്ന് പറയുന്നത് ഒരു പൗരന്റെ നിർഭാഗ്യം ഉണ്ടാകില്ല. അന്ന് ഞങ്ങൾ എഴുതി, ഈ ഇന്ത്യ ഇരുണ്ടു തുടങ്ങിയിരിക്കുകയാണ്, കലാപകാരികളാണ് നമ്മളെ ഭരിക്കാൻ പോകുന്നത്. പിന്നീട് ഉണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങളുടെ ചോരച്ചാലുകളുടെ ഏടുകൾ നമുക്കിപ്പോഴും അയവിറക്കിയാൽ ഒരുപക്ഷെ നമ്മള് എന്താ പറയാ വിഭൂഷണം കൊണ്ട് നമ്മൾ വീർപ്പുമുട്ടും. 2000-ഓളം മുസ്ലിങ്ങളെ ഗുജറാത്തിൽ കൊന്നിട്ട് കഴിഞ്ഞ ദിവസം വരെ ബിൽക്കിസ് ബാനു കേസ് നമ്മുടെ മാധ്യമങ്ങളിൽ പ്രകടിപ്പിച്ചു. ഞാൻ ആ ഗുജറാത്ത് കലാപത്തിന്റെ ഘട്ടങ്ങളിൽ അവിടെയൊക്കെ പോയ ഒരാളാണ്. എനിക്കിപ്പോഴും ഓർമ്മ വന്നൊരു സംഭവം ഞാൻ ഇപ്പോൾ പറയാം. അതായത് ഞങ്ങൾ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉമ്മ, വളരെ പ്രായമായ ഒരു ഉമ്മ, നമുക്ക് ആ ഉമ്മയെ കാണുമ്പോൾ നമ്മുടെ അമ്മ നമുക്ക് നോക്കി തോന്നുന്നത് ചുക്കിച്ചുളിഞ്ഞുകൊണ്ട്. എൻ്റെ അമ്മ മരിച്ചു 94-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ വർഷം. ചുക്കിച്ചുളിഞ്ഞൊരു ഉമ്മ അഭയാർത്ഥി ക്യാമ്പിൽ തള്ളപ്പെട്ടതാണ്. ആ ഉമ്മ എന്റെ കൈ പിടിച്ച് ചോദിച്ചു, മോനെ എവിടുന്നാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ കേരളത്തിൽ നിന്നാണ് പറഞ്ഞു. ആ ഉമ്മയുടെ മുഖം ഒന്ന് വിടർന്നു. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് മരണഭയമില്ലാതെ കഴിയാൻ കഴിയുന്ന ഏക സ്ഥലം കേരളമാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഉമ്മ പറഞ്ഞ വാക്ക്. അതിനുശേഷം ഉമ്മ പറഞ്ഞത്, എന്റെ നിസ്സഹായത കൊണ്ട് എനിക്ക് തിരസ്കരിക്കേണ്ടതുണ്ട്, ഞങ്ങളെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമോ? അങ്ങനെ ഇന്ത്യയെ ഈ രൂപത്തിൽ ഒരു ഇരുണ്ട ഭൂമികയാക്കി മാറ്റിയെടുത്ത ഒരു ഭരണാധികാരി വീണ്ടും അധികാരത്തിലേറണമോ എന്നുള്ള സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ട ഒരു ഘട്ടമാണ്. ഇന്നിപ്പോ എല്ലാ സ്ഥലങ്ങളിലും CA കുറിച്ചുള്ള ചർച്ചയാണ്, പൗരത്വ ഭേദഗതി നിയമം. ഇപ്പോഴും മലയാളികൾ എന്നോട് ചോദിച്ചു, അല്ല ഈ പൗരത്വ ഭേദഗതി കൊണ്ട് നമുക്കെന്താ പ്രശ്നം? നമുക്കെല്ലാം സുരക്ഷിതത്വമാണ്. എന്താ കാരണം? ഇവിടെ ആരും നമ്മുടെ തല തോണ്ടാൻ വേണ്ടി വരുന്നില്ല. അപ്പൊ നമുക്കൊന്നും അറിയില്ല. ഇങ്ങനെയാ മണിപ്പൂരുള്ള ആൾക്കാരും ചിന്തിച്ചിരുന്നത്. ഇത് ഇൻഫാൽ താഴ്വരയിൽ പോയി നോക്ക്, ഒറ്റ കുക്കികളെ പോലും ഇവിടെ കാണാൻ കഴിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ സ്ഥലത്ത് നമുക്ക് ഒരു മതവിഭാഗത്തെ പൂർണ്ണമായി നമ്മളുടെ നാട്ടിൽ പാലിക്കുന്ന ഒരു കലാപം ഉണ്ടായാൽ ഈ നാട് ശവപ്പറമ്പാവില്ലേ? നിങ്ങൾക്ക് അന്തി ഉറങ്ങാൻ കഴിയുമോ? രാത്രിയുടെ അന്തിയാമങ്ങൾ തോക്കേന്തി ആൾക്കാർ നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വെടിവെച്ചിട്ട് നിങ്ങളുടെ സ്ത്രീകളെ അപഹരിച്ചുകൊണ്ട് പോകുന്ന ഒരു ദുരന്തത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. നമ്മൾ ചിന്തിച്ചതുപോലെ മണിപ്പൂരുള്ള ജനങ്ങളും ചിന്തിച്ചിരുന്നില്ലേ ഞങ്ങൾ സുരക്ഷിതരാണ്, ഗുജറാത്തിലെ കലാപം നടന്നപ്പോൾ നമുക്കെന്താ പ്രശ്നമെന്ന് അവരും പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CA എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ട്രെയിലറാണ്. ആ ട്രെയിലറിന് ശേഷം ഒരു സിനിമ വരും. അതാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ. ഇവിടെ ഒരു ലീഗിന്റെ ഒരു നേതാവ് കഴിഞ്ഞിടയ്ക്ക് അവിടെ പറഞ്ഞിരുന്നില്ല, ദേശീയ പൗരത്വ രജിസ്റ്റർ വരുമ്പോൾ അതിൽ നമുക്ക് പൂരിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കാന്ന്. ഏതോ KN-ക്കാതെ ശരി, നമ്മുടെ സ്നേഹിതനെ മൂപ്പർ പറയുകയാണ്, ഇങ്ങനെ ഫോളം പൂരിപ്പിച്ചു കൊടുത്തു ആൾക്കാർ. എവിടെ? അസമില് ദേശീയ പൗരത്വ രജിസ്റ്റർ അസമിൽ നടപ്പിലാക്കി. എന്താണ് അതിന്റെ ബാക്കി പത്രം നിങ്ങൾക്ക് അറിയുമോ? ഒറ്റ മാപ്രയും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. 19 ലക്ഷം പേര് പൗരന്മാരല്ലാതായി മാറി. 19 ലക്ഷം പേർ.
ആ 19 ലക്ഷം പേരിൽ 15 ലക്ഷത്തോളം പേർ, 14 ലക്ഷം പേർ ഹിന്ദുക്കൾ, 4 ലക്ഷം പേർ മുസ്ലിങ്ങൾ. ഇവരെന്ത് ചെയ്യും? പൗരന്മാരല്ലാതായി മാറിയ ആൾക്കാരുടെ പട്ടികകൾ അവിടുത്തെ അസമില് ഒരു ഓൺലൈൻ ഗവേഷണം ചെയ്ത് പുറത്തുവിട്ടു. അപ്പം തന്നെ മോഡി ഗവൺമെന്റ് അത് നീക്കം ചെയ്യിച്ചു. ആരാന്നറിയോ? ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ പൗരന്മാരല്ലാതായി മാറി. രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ജവാന്മാരുടെ കുടുംബങ്ങൾ. എന്താ കാരണം? ഡൽഹിയിൽ നിന്ന് വന്ന ഗോസായിക്ക് തൃപ്തികരമായ രീതിയിൽ രേഖകൾ സമർപ്പിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ ഇരുട്ടി വെളുത്തപ്പോൾ അവരെ പൗരന്മാരല്ലാതാക്കി മാറ്റി. ഇനി അവരെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഇനി ഹിന്ദു വിഭാഗക്കാർക്ക് വേണമെങ്കിൽ CA പരിരക്ഷ കിട്ടാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാം. നമ്മുടെ KNA കാതർ പറഞ്ഞ പോലെ ഫോറം പൂരിപ്പിക്കാം. അല്ലാടോ 4 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? ചെയ്യും അവര്. 3 തടങ്കൽ പാളയങ്ങൾ ഇപ്പൊ തന്നെ ആസാമിൽ നിർമ്മിച്ചു കഴിഞ്ഞു. 4 ലക്ഷം പേര് തടങ്കൽ പാളയങ്ങളിൽ അടയ്ക്കും. നാസി ജർമ്മനിയില് ഇതുപോലുള്ള തടങ്കൽ പാളയങ്ങൾ നിർമ്മിച്ച് ഗ്യാസ് ചേംബർ പോലെ മാറ്റി അവരെ കൊന്നൊടുക്കിയതിന്റെ പുതിയൊരു ഏട് ഇന്ത്യ എഴുതി ചേർക്കാൻ വേണ്ടിയാണ് ഈ CA എന്ന് പറയുന്ന മാരണവുമായിട്ട് ഈ മോഡി സർക്കാർ വന്നിരിക്കുന്നത്. അതിന്റെ പിന്നാലെ വരുന്നത് ദേശീയ പൗരത്വ രജിസ്റ്റർ എന്നുള്ള കാര്യം മലയാളികൾ ചിന്തിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇവിടെ നടപ്പിലാക്കില്ല. അങ്ങനെ പറഞ്ഞില്ലേ? കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷത്തെ ആൾക്കാരെന്താ പറയുന്നത്? സതീശൻ ചോദിക്കണം, അതെങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റും? എന്തോ പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് മൂപ്പർക്കൊന്ന് വലിയ ആഗ്രഹമുള്ളൂ. അതെങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ട്? എന്തോ വിഷുവിന്റെ പായസം വിളമ്പുന്ന പരിപാടി CA എന്ന് പറയുന്നു. അതെങ്ങനെ നടപ്പിലാക്കില്ല? മുസ്ലിം ലീഗുകാർ ചോദിക്കുന്നുണ്ട് അല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ജനിച്ച് വളർന്ന് തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ പോലും ഞങ്ങൾ തടങ്കൽ പാളയത്ത് അടയ്ക്കാൻ സമ്മതിക്കും. അതൊരു വാക്കാണ്, അതാണ് ഗ്യാരണ്ടി, അല്ലാതെ മറ്റേ വോട്ട ഗ്യാരണ്ടി അല്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയാണ് നമ്മൾ രാഷ്ട്രീയത്തെ കുറച്ചും കൂടി ഗഹനമായിട്ട് വിശകലനം ചെയ്യുന്നത്. ഇച്ഛാശക്തിയില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും നേതൃത്വങ്ങളും നമുക്ക് ശാപമാണ്. അതോട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പരിശോധിച്ചു. 15,000 വാക്കുകൾ. 15,000 വാക്കുകൾ. ഇപ്പൊ ഈ വേർഡ് കൗണ്ട് എന്നൊക്കെ പറഞ്ഞ സൂത്രങ്ങളുണ്ട് ഇല്ലേ? നമ്മളെ ശരിയില്ല ഞാൻ പറഞ്ഞു. നേരെ പഠിക്കണത് കേട്ടില്ല? പഠിച്ചു കഴിഞ്ഞാ +2 കഴിഞ്ഞു. വേർഡ് കൗണ്ട് എന്ന സാധനമില്ല കമ്പ്യൂട്ടറിൽ. നമ്മളൊരു സാധനം അടിച്ചു കഴിഞ്ഞാൽ എത്ര വാക്കിട്ടെന്ന് ടീച്ചർക്ക് അറിയാം. ഇതൊക്കെ വേർഡ് കൗണ്ട് ഉണ്ട്. 15,000 വാക്കുകൾ. 15,000 വാക്കുകളുള്ള ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ട് CA എന്നുള്ളൊരു വാക്ക് എന്തുകൊണ്ട് കോൺഗ്രസിൽ അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയില്ല? ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നു, DMKയുടെ പ്രകടന പത്രിക വന്നു. ഇടതുപക്ഷം CPM പറഞ്ഞതുപോലെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ പാർട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് CA ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന്. ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമെന്ന് അഹങ്കരിക്കുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇന്ത്യയിലെ ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെ മുൻനിർത്തി പാർലമെന്റ് പാസാക്കിയ വിഷലിപ്തമായ നിയമം നടപ്പിലാക്കില്ലെന്ന് എഴുതി വെക്കാനുള്ള ആർജവവും തന്റെ എന്തുകൊണ്ട് അവർക്കില്ല. ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത എനിക്ക് കഴിഞ്ഞു, അത് പലരും കണ്ടിട്ടുണ്ടാവില്ല. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത വന്നു. അതിലെന്താ പറഞ്ഞിരിക്കുന്നറിയാം? കോൺഗ്രസിന്റെ കരട് പ്രകടന പത്രികയിൽ യഥാർത്ഥത്തിൽ CA കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു. ഈ ദേശീയ പൗരത്വ നിയമം പിൻവലിക്കുമെന്നുള്ളൊരു വാചകം ഉണ്ടായിരുന്നു. കരട്
കരട് പ്രകടന പത്രികയിൽ എഴുതി ചേർത്തിരുന്ന ആ വാചകം അന്തിമമായ പ്രകടന പത്രിക ഇറക്കിയപ്പോൾ എവിടെയാണ് കൈമോശം വന്നു പോയത്? ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അതിന് മറുപടി പറയേണ്ടതില്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിലെ പത്രങ്ങൾ അതേക്കുറിച്ചൊന്നും അന്വേഷിക്കാത്തത്? ഇപ്പൊ CPMന്റെ കരട് പ്രകടന പത്രികയിൽ ഇതുപോലുള്ള നിർണായകമായിട്ടുള്ള വാചകം ഉണ്ടായിട്ട് അത് ആത്യന്തികമായിട്ട് അംഗീകരിച്ച് പുറത്തിറക്കുമ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതിന്റെ പുറകെ എത്ര ദിവസം ചർച്ചയുമായിട്ട് ഒരു പോയി. എനിക്കതൊന്നും വലിയ അത്ഭുതമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഡൽഹിയിൽ ഈ കോൺഗ്രസ്സുകാർ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. ഞാൻ ഈ പറയുന്നതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എള്ളോളം ഒരു കളവ് ഞാനിവിടെ പറയില്ല. ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. പാർലമെന്റിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ തത്സമയം നിങ്ങളുടെ ഫോണിൽ കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാൻ പറ്റുന്ന കാലത്ത് അവിടെ നടക്കണമല്ല നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ലേ? ആ സ്മാർട്ട് ഫോണിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യും. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആദ്യത്തെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദിനെ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്. എല്ലാ വിഭാഗക്കാർക്കും, എല്ലാത്തരം വിശ്വാസികൾക്കും, എല്ലാ മതസ്ഥർക്കും തുല്യതയോടെ കഴിയേണ്ട ഈ നാട്ടിൽ മതപരമായ ഒരു ചടങ്ങിന് ഔദ്യോഗിക ഭാഷയും ചേർക്കാൻ വേണ്ടി രാഷ്ട്രപതി പോകാൻ പാടില്ല എന്ന് രാഷ്ട്രപതിയെ ഓർമ്മിപ്പിച്ചെഴുതിയ ഒരു കത്തുണ്ട്. ഒന്നല്ല, 3. അങ്ങനെ കത്തെഴുതിയ ഒരു വ്യക്തിയുടെ കസേരയിലിരിക്കുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി ഇന്ന് പൂജാരിയുടെ വേഷത്തിലാണ് അവതരിക്കുന്നത്. പൂജാരിയുടെ വേഷം. എന്ത് എല്ലാവരുടെയും നമ്മളൊരു വിശ്വാസത്തിനെതിരല്ല. എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത്. അത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഞാനിപ്പോ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ സ്ഥിതിവിവര കണക്കിലെടുത്ത് പരിശോധിക്കുക. ഏറ്റവും കൂടുതൽ അമ്പലങ്ങളും മോസ്കുകളും ക്രിസ്ത്യൻ ദേവാലയങ്ങളുള്ള ഒരു സംസ്ഥാനം കേരള. പക്ഷെ ലോകത്തിന് മാതൃക കാട്ടുന്ന മതസൗഹാർദ്ദത്തിന്റെ വിസ്മയകരമായ 7 എഴുതി ചേർത്തതും കേരളമാണ്. വിശ്വാസവും വർഗീയതയും രണ്ടാണെന്ന് പറഞ്ഞു കൊടുത്തത് കേരളമാണ്. നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ ഭരണഘടനയിൽ ലംഘിക്കുമ്പോൾ അത് ലംഘനമാണ് എന്ന് വിരൽ ചൂണ്ടി ചോദിക്കാനുള്ള ആർജവം പാർലമെന്റിൽ പോകുന്ന MP-മാർക്ക് ഇല്ലാതെ പോയാൽ എന്ത് സംഭവിക്കും? കേരളത്തിലെ 18 ലോക്സഭ MP-മാരുണ്ട്. ഇപ്പൊ രാജ്യസഭയിൽ KC കൊണ്ടുപോകാറുണ്ട്. നിങ്ങളിപ്പോ എല്ലാം കാണുന്ന ആൾക്കാരാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP എഴുന്നേറ്റ് നിന്നിട്ട് മോഡിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയോ BJP നേതാക്കൾക്കെതിരെയോ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. സന്ധി ചെയ്യലാണ്. ഇന്ന് BJPയുടെ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് ആണ് മതി. റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്. എന്തിനു വേണ്ടിയിട്ടാണ്? BJPക്ക് ആളെ കൊടുക്കാൻ വേണ്ടി. BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക വന്നു. അല്ലോടെ സാധിക്ക് എത്തിക്കൊണ്ടിരിക്കണ്ട. സാധിക്ക് എന്റെ കൂടെ വന്ന ആളാണ്. അതുപോലെ എന്നെ വഴികാട്ടാൻ വന്നാണ്. പലയിടത്തും വഴി ലഭിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. അല്ലോടെ സാധിക്ക ഇന്നത്തെ BJP സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ 28% പേര് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. 28%. ആ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. 12 മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിൽ നിന്ന് BJP ചേർന്നത്. 13ാമത്തെ ഒരാളും കൂടെ ചേരാൻ വേണ്ടി നിന്നതാ. പാതി വഴിയെത്തിട്ട് തിരിച്ചുപോയി. ആരാണ്? കമൽനാഥ്. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു കമൽനാഥ്. 30 വർഷം ഒരു പാക്കേജ് വെച്ചു. 30 രാജ്യസഭ മെമ്പറാകണം, 30 മകൻ കേന്ദ്രമന്ത്രിയാകണം. അപ്പൊ അമിത്ഷാ പറഞ്ഞു അത്ര വലിയ പാക്കേജ് അംഗീകരിക്കാൻ പറ്റില്ല.
ഒന്ന്, നിങ്ങൾ എടുക്കാൻ ചടക്ക, നിങ്ങളെ കൊണ്ട് നമുക്ക് കാര്യമില്ല, മോൻ വേണേ പോന്നോട്ടെ. അതുകൊണ്ട് മനസ്സോടെ കമൽനാഥ് പാതി വഴി എത്തിയിട്ട് തിരിച്ചു പോയിരിക്കുകയാണ്. മൂപ്പറാണ് കോൺഗ്രസിന്റെ ആളിപ്പോ അടുത്ത്. ഇവിടെ AICC ജനറൽ സെക്രട്ടറി കേസ് കൊണ്ടുപോകാൻ എന്റെ സ്നേഹിതൻ മാത്രമല്ല, എന്റെ കൂടെ പഠിച്ച ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് വൈകുന്നേരം പഠിച്ചാണ്. എന്റെ ഒരു സ്നേഹിതൻ, മുരളിയുടെ ഒരു സുഹൃത്തായിട്ടൊരു കുര്യൻ തോമസ്, അയാൾക്കെതിരെ മത്സരിച്ചിട്ട് ആ കുര്യൻ തോറ്റത് കൊണ്ട് മാത്രം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായതാണ്. ഇപ്പോഴും കുര്യനെ കാണുമ്പോൾ ഞങ്ങൾ പറയും, ഈ കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത് കുര്യൻ തോമസ്, നീ കാരണമാണ്. നീ അന്ന് ജയിച്ചിരുന്നെങ്കിൽ ഇയാൾ ഉണ്ടാവുമായിരുന്നു നമ്മൾ ചോദിക്കാറുണ്ട്. അത് ഓനെ നിർത്തട്ടെ, MN തോമസ് നിർത്തത് നമ്മൾ പറഞ്ഞാണ്, വേറെ കാര്യം. പിന്നെ പറയാം, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല, എന്നാലും വേണ്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസുകാരെ BJPയിലേക്ക് ആനയിച്ച ഒരു വ്യക്തിയല്ലേ KC വേണുഗോപാൽ. അവരെ വിശ്വസിച്ചിട്ട് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 18 MP-മാരെയാണ് കോൺഗ്രസ് സമ്മാനിച്ചത്. രാഹുൽ ഗാന്ധി ഇവിടെ ഭയങ്കര വണ്ടിയുടെ മുകളിൽ കയറിയ പ്രയോഗങ്ങൾ നടത്തി. പിന്നെ പ്രിയങ്ക ഗാന്ധി നല്ല സാരിയെ കൊടുത്തു വന്നപ്പോൾ പല ആൾക്കാർക്കും ഒരു ചെറിയ അടർച്ച സംഭവിച്ചു. ചിലരുടെ മുഖത്തൊക്കെ നോക്കുന്നുണ്ട്, ഒന്ന് മാറിക്കുത്തി ഇയാൾക്ക് പ്രധാനമന്ത്രിയാകും. അങ്ങനെ കുത്തിയ ആൾക്കാർ, ചില ആൾക്കാരെ കൂടി ഇരിപ്പുണ്ട്, എനിക്കറിയാം. ഞാൻ ഈ കൈരളി TV JB ജംഗ്ഷനിൽ പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടാവും. എന്റെ മുമ്പിൽ ഇരിക്കുന്ന അതിഥിയുടെ മനസ്സ് ഞാൻ വായിക്കും. അതുപോലെ ഞാൻ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെ മനസ്സ് ഞാൻ വായിക്കുന്നുണ്ട്. നമ്മളെ തെറ്റിദ്ധരിച്ചു, ഇവർ നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന്. ഇപ്പൊ എവിടെ എത്തിയിരിക്കുകയാണ്? അല്ലടോ, ലോകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു കഥ? മുഖ്യ എതിരാളിയെ പേടിച്ചിട്ട് കൂട്ടി താഴെ വെച്ചിരിക്കുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും? സ്വന്തം കൊടിയെടുത്തുയർത്താൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ ശരിയാണോ അല്ലേ? കൊടിയെടുത്ത് താഴെ വെച്ചിരിക്കുകയാണ്. ലീഗിന്റെ കൊടിയും വേണ്ട. അല്ല, കഴിഞ്ഞ ദിവസമൊക്കെ കണ്ണൂരെ മറ്റേ ഏതൊരു പാവപ്പെട്ട ലീഗുകാരൻ ഒരു കൊടി ഉയർത്തിയപ്പോൾ ഓനെ പിടിച്ച് ഒരൊറ്റ പൊട്ടിയും. കൊടി ഉയർത്താൻ പാടില്ല. ഓട്ടൊരു ബന്ധു എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ ഇങ്ങനെ സംഭവിച്ചു. ഞാൻ ഒന്നും പെട്ടണ്ട, സഹിച്ചോളാൻ പറഞ്ഞു. കൊടി എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ നിശ്ചയദാർഢ്യത്തിന്റെ, പോരാട്ടത്തിന്റെ, നമ്മുടെ ആത്മവീര്യത്തിന്റെ പ്രതീകമല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതെങ്കിലും രാജ്യം വേറൊരു രാജ്യത്തേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവർ കൊടിയല്ലേ പിടിക്കുന്നത്? വിജയിച്ചു കഴിയുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊടിയല്ലേ, കൊടി ഉയർത്തിയല്ലേ നമ്മൾ നമ്മുടെ ആത്മവീര്യം പ്രകടിപ്പിക്കുന്നത്? ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പാർട്ടി BJPയെ ഭയന്നുകൊണ്ട് കൊടി നിലത്തിടുമ്പോൾ അത് എന്തിന്റെ അടയാളമാണെന്ന് നമ്മൾ വായിച്ചറിയുന്നത്. അത് വായിച്ചറിയേണ്ടത് ആരാണ്? മലയാളികളാണ്. ഇതല്ല ഇന്ത്യ മുഖ്യ പ്രതിപക്ഷ കക്ഷിയിൽ അർപ്പിക്കുന്ന ഉത്തരവാദിത്വമെന്ന് ഉറക്കെ പറയേണ്ട ഒരു ബാധ്യത നമുക്ക് വന്നു പോയിരിക്കുകയാണ്. ഇന്ന് ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും പറഞ്ഞിരിക്കാൻ, ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രീയ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ, ഭരണഘടന, ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടല്ലേ? പഠിച്ച പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ആൾക്കാർ ഇവിടെ എത്ര പേരുണ്ട്? അവിടെയാണ് ഒരാൾ കൈവക്ക് നോക്കട്ടെ, ആരാണ്? 1 2 ഇതിന് നാണിക്കണ പൊളിറ്റിക്കൽ സയൻസ് ഞാനും പഠിച്ചത്, അതുകൊണ്ട് നല്ലപോലെ കിട്ടും. ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു. എനിക്ക് എന്നെ കണ്ടപ്പോൾ തോന്നിയിരുന്നു ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചത്. ആയിഷ ഞാൻ കണ്ടപ്പോഴേ, ആയിഷനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചാണ്. അപ്പൊ ഞങ്ങൾ ഭരണഘടന പഠിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഒരു മൗലിക രേഖയാണ് ഭരണഘടന. ഇന്ത്യയെ നിർവചിച്ചതാണ്. കുറെ ആൾക്കാർ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ പറഞ്ഞു, ക്രിസ്ത്യാനിയും സിഖുകാരും പാഴ്സിയും മുസ്ലിമും ഹിന്ദുക്കളും ചേർന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഞങ്ങളുടെ
ഭരണകൂടത്തിന് വിശ്വാസമില്ല. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങളുടെ ഭരണനിർവഹണത്തിന് വിശ്വാസമില്ല. ഇവിടെ എല്ലാവരും തുല്യരാണ്. അങ്ങനെയാണ് ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടന സമർപ്പിച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തിയപ്പോൾ ഒരു കാര്യം പറയുന്നു. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളായിരുന്നു. എന്താ പറഞ്ഞത്? നല്ല ഭരണഘടന മോശപ്പെട്ട ആൾക്കാരുടെ കൈ കിട്ടിയാൽ പോയി, ഭരണകൂടത്തിന്റെ കാര്യമില്ല. മോശപ്പെട്ട ഭരണഘടന നല്ല ആൾക്കാരുടെ കൈ കിട്ടിയാൽ കുഴപ്പമില്ല, അതും നല്ലതാണ്. ഭരണഘടനയല്ല പ്രശ്നം. ആ ഭരണഘടന നടപ്പിൽ വരുത്തേണ്ട ബാധ്യതയുള്ള ഭരണാധികാരികളുടെ ഗുണമേന്മയാണ് പ്രശ്നം. ഡോക്ടർ അംബേദ്കർ. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് ആ ഭരണഘടന എഴുതി വച്ചിട്ടുണ്ട്. സയന്റിഫിക് ടെമ്പർ, ശാസ്ത്ര ബോധത്തിലും യുക്തിബോധത്തിലും നമ്മൾ തലമുറയെ വളർത്തണം. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കെട്ടുകഥകള്. കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ നോക്കുമ്പോൾ ഒരു ബോട്ടിൽ ആഴക്കടലിലേക്ക് പോവുക, മൈപ്പിയിലേക്ക് പിടിച്ചിട്ട്. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീകൃഷ്ണന്റെ ദ്വാരക സന്ദർശിക്കാൻ മൂപ്പർ പോവുക, മണിപ്പൂർ സന്ദർശിക്കാൻ മൂപ്പർ സംശയിക്കുക. മണിപ്പൂരിൽ പോകാത്ത പ്രധാനമന്ത്രി മയിൽപ്പീലി എടുത്തിട്ട് കടലിന്റെ അടിയിലേക്ക് പോവുക, ശ്രീകൃഷ്ണന്റെ ദ്വാരക കാണുന്നത്. ഇതാണോ നമ്മള് ശാസ്ത്രബോധമെന്ന് നമ്മള് ഭരണഘടന എഴുതി വെച്ചത്? ഇതാണോ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? യഥാർത്ഥത്തില് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ട ഗതികേടുണ്ടായിരുന്നവരാണ്. ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെച്ചു ഫെഡറലിസമാണുള്ളത്. പക്ഷേ ഒരു സംസ്ഥാനത്തെ വീർപ്പുമുട്ടിക്കുന്നു, സംസ്ഥാനത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലല്ലേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഡൽഹിയിൽ പോയി സമരം ചെയ്തു? നമ്മൾ മാത്രമല്ല സമരം ചെയ്തത്, നമ്മുടെ സമരത്തെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പരിഹസിച്ചു. പക്ഷേ കർണാടകക്കാരും പോയി സമരം ചെയ്തു. DMK സമരത്തോട് ഐക്യദാർഢ്യം പഠിപ്പിച്ചുകൊണ്ട് പാർലമെന്റ് ഇറങ്ങി. ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് സുപ്രീം കോടതി അംഗീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഭരണഘടനാ ബെഞ്ചിന് നമ്മുടെ പരാതി വിട്ടത്. എന്നിട്ടാണ് എന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട്, മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് മൂപ്പർ ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മൂപ്പറുടെ ഗ്യാരണ്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മൂപ്പർ പറഞ്ഞ ഓരോ കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതൊന്നും ഗ്യാരണ്ടിയല്ല, മൂക്കുപണ്ടങ്ങളാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഉൾക്കൊള്ളലുണ്ടോ? ഞാൻ പല സന്ദർഭങ്ങളിലും ആശങ്ക ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാലം, ഇന്ത്യയിൽ 20 കോടി വരുന്ന മുസ്ലിങ്ങൾക്ക് കേന്ദ്ര ഭരണത്തിൽ ഒരു പ്രാതിനിധ്യമുണ്ട്. 75-80 മന്ത്രിമാരവിടെയുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം മന്ത്രി പോലും നമ്മുടെ കേന്ദ്രമന്ത്രിസഭയില്ല. 20 കോടി ജനങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്ന രാജ്യത്ത് പോലും 20 കോടി ജനങ്ങളുടെ പ്രാതിനിധ്യമില്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മുടെ ഒന്നാമത്തെ നെഹ്റു ഗവൺമെന്റിന്റെ ഘടനയൊന്ന് പരിശോധിച്ചു നോക്കാം. മലയാളിയായ ജോൺ മത്തായി, സിഖുകാരായ 2 പേർ, രാജകുമാരി അമർ സിംഗ് കൗർ ഉൾപ്പെടെ, മൗലാന ആസാദ്, റാഫിഖ് ഡുആയി അഹമ്മദ്, ആകെ 15 മന്ത്രിമാരെ ഉണ്ടായിരുന്നു. വന്ന് പാഴ്സിക്ക് പ്രാതിനിധ്യം, സിഖിന് പ്രാതിനിധ്യം, ക്രൈസ്തവർക്ക് പ്രാതിനിധ്യം. ഞാൻ പറയണ ഒന്നാമത്തെ നെഹ്റു മന്ത്രിസഭയാണ്.
ആ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് നമ്മൾക്ക് എവിടേക്ക് എത്തി? എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം അസ്തമിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ഈ പറയുന്ന പ്രാതിനിധ്യത്തിന്റെ ഒരു അളവ് കൂടി പരിശോധിച്ചാൽ മനസ്സിലാകും. ഞാൻ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഭാഷണം നടന്നു. അവിടെ പോരെന്ന് പറഞ്ഞ് BC ഒരു വിലക്കല്ലാന്നല്ല, പക്ഷെ വിലക്ക് ലംഘിച്ചു പോയി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ഈ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് അക്കാലത്ത് നമ്മൾ ക്ഷണിച്ചു വരുത്താൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട്. ക്ഷണക്കത്ത് കൊടുത്തു. ലോകത്തെ ഏറ്റവും പുകഴ്പെട്ട ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം വന്നില്ല, പക്ഷെ നമ്മൾ കത്തയച്ചു. ഈ ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ നിന്നാണ് പിന്നീട് ഈ അണുബോംബൊക്കെ ഉണ്ടായതെങ്കിൽ പോലും അദ്ദേഹം പിന്നീട് അതിൽ ഖേദിച്ചിരുന്നു. അദ്ദേഹം നാസി ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്തയാളാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഒരു വിപത്താകുമെന്ന് അറിയാമായിരുന്ന സുബോധമുള്ള മനുഷ്യന്മാർ പോലും ഒരു രസത്തിനു വേണ്ടി ഹിറ്റ്ലർ വോട്ട് ചെയ്തു എന്ന്. ഒരു രസത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പലരെയും ഓർമ്മിപ്പിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളുണ്ട്. അദ്ദേഹം ആദ്യത്തെ രണ്ടാമത്തെ ഇലക്ഷനിൽ പ്രചരണം നടത്താൻ വന്നപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യണം. 2, വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വോട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നതുകൂടി നിങ്ങൾ ആലോചിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ജർമ്മനിയെ ബാധിച്ചത് ഒരു സൈക്കിക് ഡിസ്റ്റംബർ, ഒരു മനോരോഗമായിരുന്നു. ആ മനോരോഗത്തിന് ഇടവരുത്തിയത് സുബോധമുള്ള മനസ്സുകളുടെ രസത്തിന് വേണ്ടിയുള്ള ഒരു വോട്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ മോഡിയെ അധികാരത്തിലേറ്റിയത് രസത്തിന് വേണ്ടി വോട്ട് ചെയ്ത ഒരുപാട് സുബോധമുള്ള മനസ്സുകളുടെ കൂടി സാന്നിധ്യത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 MP-മാരെ UDF-ന് സംഭാവന ചെയ്തതിനും ഒരു രസത്തിന്റെ ഘടകം ഉണ്ടായിരുന്നു എന്ന കാര്യം മറക്കണം. അതിന്റെ ശിക്ഷ കേരളത്തിൽ നിന്ന് കിട്ടി. 5 വർഷക്കാലം കേരളത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടിയുള്ള നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് UDF-ന്റെ MP-മാർ സ്വീകരിച്ചത്. ഇന്ന് തിരുത്താനുള്ള അവസരം നമുക്കുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന, കോഴിക്കോട് മത്സരിക്കുന്ന സഖാവ് ഇളമരം പേര് എനിക്കറിയാവുന്ന എന്ന കാലത്തിൽ എന്റെ നേതാവാണ്, രാജ്യസഭയിൽ അറിയപ്പെടുന്ന ദേശീയ നേതാവ്. ഏതെല്ലാം വിഷയങ്ങളിൽ പാർലമെന്റിൽ ഈ UDF-ന്റെ MP-മാരെ പോലെയല്ല, ഒരു പതർച്ചയും തളർച്ചയും ഇല്ലാതെ എഴുന്നേറ്റ് ചങ്കൂട്ടത്തോടെ കേരളത്തിന്റെയും ജനങ്ങളുടെയും അധ്വാനിക്കുന്ന വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ശേഷിയുള്ള ഒരു വ്യക്തി. അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസും നാളെ BJP-യും ആകാൻ പോകുന്ന ആ ജനസിൽപ്പെടുന്ന ഒരാളല്ല. കോഴിക്കോടിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന, കോഴിക്കോടിന്റെ വികസനത്തിൽ നിർണായകമായ പങ്ക് ചെലുത്താൻ കഴിയുന്ന, അതുപോലെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ വേണ്ടി ചങ്കെടുത്ത് പോരാടാൻ ശേഷിയുള്ള, ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി. അവിടെയാണ് നമ്മുടെ വോട്ട് എത്രത്തോളം നിർണായകമാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ഇരുണ്ട ഗുഹയിലൂടെ കടന്നു പോകുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യവും ശബ്ദവും പാർലമെന്റിൽ മുഴങ്ങി കേൾക്കണമെങ്കിൽ നാളെ BJP ആകാൻ പോകുന്ന, അല്ലെങ്കിൽ ആഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുന്നവർക്കല്ല വോട്ട് കൊടുക്കുന്നത്. ചങ്കുറപ്പോടെ നിൽക്കാൻ ശേഷിയുള്ള ഇളമരം കരീമിനെ പോലുള്ള ആൾക്കാരെയാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത്. 1ാം UPA ഗവൺമെന്റിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. 2004 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 18 സീറ്റ് ഓർമ്മയുണ്ട്? അതൊക്കെ എന്താ? ആ 18 സീറ്റ് കൂട്ടി 61 സീറ്റ് ഇന്ത്യയിൽ നമുക്ക് ഉണ്ടായി. ഇടതുപക്ഷം ഡൽഹി പോയി ഒരു കാര്യം പറഞ്ഞു,
ഞങ്ങൾ തോപ്പിച്ചത് കോൺഗ്രസിനെയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടത് ഈ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. കോൺഗ്രസ്സുകാരാ, നിങ്ങൾ ഗവൺമെന്റ് രൂപീകരിച്ചോളൂ. ഞങ്ങളുടെ 61 എംപിമാരുടെ പിന്തുണയുണ്ടാകും. ഒറ്റ കാര്യം മാത്രമാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക. ഞങ്ങളും നിങ്ങളും തമ്മിൽ ധാരണയാക്കിയ പൊതു മിനിമം പരിപാടി നടപ്പിലാക്കിയാൽ മാത്രം മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണയ്ക്ക് പ്രത്യുപകാരമായി ഒരു ഗ്യാസ് കണക്ഷൻ പോലും വേണ്ട. ഇവരൊക്കെ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിയുണ്ടാക്കി മന്ത്രിസ്ഥാനം കിട്ടിയില്ലേ, പിണങ്ങിപ്പോയി സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJPയിലേക്ക് കാലുമാറുന്ന ഈ കോൺഗ്രസുകാർക്ക് പോലും നമ്മുടെ ഈ ആത്മാർത്ഥത്തെ കുറിച്ച് പോലും അറിയുന്നു. ഒരു മന്ത്രിസ്ഥാനം മേടിച്ചില്ല, ഒരു ടെലഫോൺ കണക്ഷൻ പോലും മേടിച്ചില്ല. നമ്മൾ പിന്തുണച്ചു. എന്തിനാണ്? BJP എന്ന വിപത്തിനെ മാറ്റി നിർത്താൻ. എന്നിട്ട് ഇവര് നമുക്ക് സർട്ടിഫിക്കറ്റ് തരിക. പിണറായി വിജയൻ മോഡിക്കെതിരെ പറയണില്ല. ഏത് ഈ ഒലക്കയിലെ ആൾക്കാര്, റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തുന്ന ആൾക്കാർ, റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തുന്ന BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തുന്ന ആൾക്കാരാണ് പിണറായി വിജയൻ മോഡിക്കെതിരെ പറയുന്നില്ല. എടോ, BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച ആളാണ് പിണറായി വിജയൻ. അക്കൗണ്ട് പൊട്ടിച്ച പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഇത് ചോദിക്കാനുള്ള ഉളുപ്പുണ്ട്. അന്നത്തെ ഗവൺമെന്റ് 2004 ഗവൺമെന്റ് ഇന്ന് കോൺഗ്രസ്സുകാർ പറയും ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണകേടാണ്. വളർച്ചയുടെ കാര്യത്തിൽ, GDPയുടെ കാര്യത്തിൽ മാത്രമല്ല, ലോകം ആദരിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അടിവരയിട്ടു. ഇന്ത്യ സമ്മാനിച്ച 5 നിയമനിർമ്മാണങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രഭവ കേന്ദ്രം, ഇടതുപക്ഷത്തിന്റെ ആശയത്തിൽ നിന്ന് ഉടലെടുക്കുക, ഇടതുപക്ഷത്തിന്റെ പിന്തുണയിൽ, പ്രേരണയിൽ ഉടലെടുത്ത 5 സുപ്രധാന നിയമനിർമ്മാണങ്ങൾ. 1, ദേശീയ തൊഴിൽദാന പദ്ധതി. അത് കേവലം തൊഴിൽ കൊടുക്കൽ മാത്രമല്ല, പട്ടിണി കിടന്ന മനുഷ്യൻ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടിയായിരുന്നു. 2, നിങ്ങളെ ഭരിക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള പൗരന്റെ അവകാശം ഉറപ്പുവരുത്തുന്ന വിവരാവകാശം. 3, നമ്മുടെയൊക്കെ ഭൂമിയുടെയൊക്കെ യഥാർത്ഥ ഉടമകളായിരുന്ന ഈ ആദിവാസികൾക്ക് അവരുടെ ഭൂമിയിൽ അവകാശം കൊടുക്കാനുള്ള നിയമം. 4, ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിക്കും വിശപ്പില്ലാതെ, ജീവിതം നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോകാൻ അവകാശമുണ്ടെന്ന് ഉറപ്പിക്കുന്ന ഭക്ഷ്യസുരക്ഷാ നിയമം. നിങ്ങൾക്ക് ഭക്ഷണം തരാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ടെന്ന് നമ്മൾ നിയമത്തിൽ എഴുതി വെച്ചു. 5, 12ാം ക്ലാസ് വരെ പഠിക്കാനുള്ള അവകാശം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെന്ന് എഴുതി വെച്ചു. ലോകം തലകുലിക്ക് സമ്മതിച്ച ഈ 5 നിയമങ്ങളുടെ സുവർണ ഏടുകൾ ഇന്ത്യക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ആ UPA ഗവൺമെന്റിന്റെ പിന്തുണ അർപ്പിച്ചത്. എന്തുകൊണ്ട് ഇടതുപക്ഷം ഡൽഹിയിൽ വേണം, പാർലമെന്റിൽ വേണമെന്നുള്ളത് ഇതിനപ്പുറം നിങ്ങൾക്കൊരു സാക്ഷ്യപത്രം വേണം. ഇന്ന് ഞങ്ങളെ കുറച്ചു പേരേ ഉള്ളൂ, എങ്കിലും പാർലമെന്റിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഉയർത്തുന്ന ശബ്ദത്തിന്റെ ആ പ്രതിധ്വനിയാണ് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവർക്കുള്ള കുളിരും ആശ്വാസവും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കേരളം ഇക്കുറി മാതൃക കെട്ടണം. ആ മാതൃകയ്ക്ക് നേതൃത്വം നൽകേണ്ടത് കോഴിക്കോടാണ്. ഐതിഹാസികമായ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഈ നാട്ടിൽ നിന്നായിരിക്കണം നമ്മുടെ മാറ്റത്തിന്റെ തുടക്കമുണ്ടാകുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടിന്റെ വികസനവും ഇന്ത്യയുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുന്ന വേളമരം കരീമിനെ വിജയിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് മാതൃക കാട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ, ആഗ്രഹത്തിൽ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.